കരൂരിലാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയയുടെ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ തിക്കിലും തിരക്കിലും പെട്ടതിൽ 39 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതിന്റെ നടുക്കമാണ് ഇപ്പോൾ രാജ്യത്ത് ഉള്ളത്. കാണുന്ന ദൃശ്യങ്ങൾ കരൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതാണ്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഈ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്, ബന്ധുക്കളോട് സംസാരിക്കുന്നു. കൂടാതെ പരുക്കേറ്റവർ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. വാർഡിൽ കയറി അവരെയൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ് ഉപമുഖ്യമന്ത്രി. വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് കരൂരിലേക്ക് അദ്ദേഹം എത്തിയത്. മൃതദേഹം അവിടെയുണ്ട്. മൃതദേഹം ഇതിനോടകം തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. 39 പേരുടെ മരണം അതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 100ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ, ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് 1 ലക്ഷം അങ്ങനെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. ദുരന്ത കാരണം എന്ത് എന്നത് ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും എന്നതാണ് എം.കെ. സ്റ്റാലിൻ പറഞ്ഞത്. പോലീസിന് വീഴ്ചയുണ്ടായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ആരെ അറസ്റ്റ് ചെയ്യും, ആരെ അറസ്റ്റ് ചെയ്യില്ല എന്നതിപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് എം.കെ. സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. കേസെടുത്തിട്ടുണ്ട് നിലവിൽ, അതിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുന്നു എന്നതാണ് ADGP പറഞ്ഞത്. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നതും ADGP വ്യക്തമാക്കിയിരിക്കുകയാണ്. കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയെയാണ് ഇപ്പോൾ പ്രതിയാക്കിയിട്ടുള്ളത്. വിജയ്ക്കെതിരെ എന്താണ് നടപടി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ് ഇനി അറിയാൻ കാത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ നായകനായി എത്താമെന്ന് മോഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ അദ്ദേഹം റാലിയുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. അപ്പോഴൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. കമൽഹാസൻ മുന്നറിയിപ്പ് നൽകിയതാണ്, ഈ ആൾക്കൂട്ടമൊക്കെ വോട്ടാകുമെന്ന് കരുതേണ്ട എന്ന്. ഏതായാലും ഈ വലിയ ആൾക്കൂട്ടം ഇന്നലെ അവിടെ തടിച്ചുകൂടി വലിയൊരു ദുരന്തത്തിനാണ് അത് സാക്ഷ്യം വഹിച്ചത്. അത് രാജ്യത്തിന് തന്നെ ഉണ്ടാക്കിയത് വലിയ ഞെട്ടലാണ്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ കരൂരിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം പ്രതികരിക്കുമെന്ന് കരുതുന്നു. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നതാണ് അറിയാനുള്ളത്. ബന്ധുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, മരിച്ചവരുടെ ബന്ധുക്കളോട് സംസാരിക്കുകയാണ് നിലവിൽ ഉപമുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇതിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, അടുത്ത മാസം വിവാഹിതരാകാൻ പോകുന്ന പ്രതിശ്രുത വധൂവരന്മാരുണ്ട്. വിജയ്ക്കൊപ്പം ഒരു സെൽഫി എടുത്ത് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാമെന്ന് കരുതി എത്തിയവരായിരുന്നു അവരും ഇന്നലത്തെ ദുരന്തത്തിൽ അവരുടെയും ജീവൻ നഷ്ടമായി. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരാളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഇതിനോടകം കുറച്ച് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി പോസ്റ്റ്മോർട്ടം കൂടി അതിവേഗം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. സൂരജ് സജിയാണ് കരൂർ മെഡിക്കൽ കോളേജിലുള്ളത്. സൂരജ്, ഇപ്പോൾ അദ്ദേഹം ഈ മരിച്ചവരുടെ ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. നേരത്തെ പരുക്കേറ്റവരെയൊക്കെ വാർഡിൽ കയറി കണ്ടിരുന്നു അല്ലേ? അനുജ, എന്തായാലും ഈ പരിക്കേറ്റവരെ ഈ വാർഡിൽ കയറി കണ്ടിരുന്നു. അത് അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന രോഗികളെയാണ് അദ്ദേഹം കയറി കണ്ടത്. അവിടെയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്ന ആളുകൾ അടക്കമുള്ളത്. ഈ താഴത്തെ നിലയിലാണുള്ളത്. അദ്ദേഹം അവിടെ എത്തി അവരുമായി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് കൂടി അദ്ദേഹം കയറിയിരിക്കുകയാണ്. അവിടെയും നിരവധി പരിക്കേറ്റ ആളുകൾ കഴിയുന്നുണ്ട്. അവരെ കൂടി സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുകളിലേക്ക് കയറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുമായി ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം അദ്ദേഹം ഈ ഡോക്ടർമാരും ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. അതായത് പരിക്കേറ്റ ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ഇടത്തെത്തി അദ്ദേഹം 10 മിനിറ്റിലധികം നേരം അവിടെ ഡോക്ടർമാരും ബന്ധുക്കളുമായി എല്ലാം സംസാരിച്ചു. ബന്ധുക്കൾക്ക് പറയാനുള്ളത് കേൾക്കുകയും നിലവിലെ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാരോട് ആരായുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളെ സംബന്ധിച്ചെല്ലാം തന്നെ ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം മുകളിൽ ഇപ്പോൾ കഴിയുന്ന ഈ രോഗികളെ കാണുന്നതിന് വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് അദ്ദേഹം കയറിയിരിക്കുകയാണ്. അവിടെയും എത്തി രോഗികളെയും ബന്ധുക്കളെയും സന്ദർശിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം മടങ്ങുക. അതിനിടയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും വിജയ്ക്കെതിരെ പറയുമോ? അതായത് എപ്പോഴും വിജയ്ക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്ന ആളാണ് ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ വിഷയത്തിൽ അദ്ദേഹം വിജയ്ക്കെതിരെ സ്വീകരിക്കുന്ന നിലപാട് എന്നത് സംബന്ധിച്ചൊരു രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കാതോർക്കുന്നുണ്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം ഈ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.